അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ യുദ്ധ അധികാരം നിയന്ത്രിക്കുന്ന പ്രമേയം പാസാക്കി ജനപ്രതിനിധി സഭ 208 വോട്ടിനെതിരെ 215 വോട്ടുകൾ നേടിയാണ് പ്രമേയം പാസായത്. ട്രംപിന്റെ പാർട്ടിക്കാരായ 4 റിപ്പബ്ലിക്കൻ അംഗങ്ങളും ഈ പ്രമേയത്തെ പിന്തുണച്ചു. ഇറാനിൽ യുദ്ധം തുടരുന്ന ട്രംപിന് ജനപ്രതിനിധി സഭയുടെ ഈ നീക്കം കനത്ത തിരിച്ചടിയായി. US കോൺഗ്രസിന്റെ അനുമതിയില്ലാതെ യുദ്ധത്തിൽ പങ്കെടുക്കരുത് എന്ന് നിഷ്കർഷിക്കുന്നതാണ് ഈ പ്രമേയം. സ്വന്തം പാർട്ടി അംഗങ്ങൾ പോലും ട്രംപിനെതിരായ പ്രമേയത്തെ അനുകൂലിച്ചതാണ് ഏറെ ശ്രദ്ധേയമായി മാറിയ കാര്യം. ഈ പ്രമേയം സെനറ്റ് കടന്ന് നിയമം ആകാനുള്ള സാധ്യത കുറവാണെങ്കിലും ഇസ്രയേലിനൊപ്പം ചേർന്ന് ഇറാനെ ആക്രമിച്ച ട്രംപിന്റെ തീരുമാനത്തിനോടുള്ള കനത്ത എതിർപ്പാണ് ഇതിലൂടെ രേഖപ്പെടുത്തുന്നത്. സെനറ്റ് കടന്നാൽ തന്നെയും പ്രസിഡന്റിന് പ്രമേയത്തിൽ വീറ്റോ അധികാരമുണ്ട്. ഇറാനിൽ ഫെബ്രുവരി 28 ആരംഭിച്ച അമേരിക്കയുടെ സൈനിക നടപടി ശനിയാഴ്ച 100 ദിവസം തികയാൻ പോവുകയാണ്. ഇറാനിലെ യുദ്ധത്തിന് ട്രംപ് US കോൺഗ്രസിന്റെ അനുമതി തേടിയിരുന്നില്ല. ഒരു ഹ്രസ്വകാല സംഘർഷം എന്ന നിലയിലാണ് ട്രംപ് ഇറാനിലെ ആക്രമണത്തെ അവിടെ അവതരിപ്പിച്ചത്. ഇറാനെതിരായ സൈനിക നടപടികൾക്ക് കോൺഗ്രസിന്റെ അനുമതി തേടാൻ ട്രംപിനെ നിർബന്ധിക്കുന്ന പ്രമേയത്തിൽ ഇത് 4ാം തവണയാണ് ജനപ്രതിനിധി സഭ വോട്ട് ചെയ്യുന്നത്. എന്നാൽ ഇതാദ്യമായാണ് പ്രമേയം പാസ്സാകുന്നത്. ട്രംപിന്റെ യുദ്ധ അധികാരം കുറയ്ക്കാനുള്ള ശ്രമങ്ങൾ ഡെമോക്രാറ്റുകൾ ഏറെക്കാലമായി തുടരുന്നുണ്ട്. എന്നാൽ റിപ്പബ്ലിക്കന്മാർക്ക് ഭൂരിപക്ഷമുള്ള ജനപ്രതിനിധി സഭയിൽ പ്രമേയം പാസ്സാകില്ലായിരുന്നു. കോൺഗ്രസ് പിരിയുന്നതിന് മുമ്പ് മെയ് 21 പ്രമേയത്തിൽ വോട്ടെടുപ്പ് നടക്കേണ്ടിയിരുന്നത്. റിപ്പബ്ലിക്കൻ പിന്തുണയോടെ പ്രമേയം പാസ്സാകുമെന്ന ചില അഭ്യൂഹങ്ങൾ ഉണ്ടായപ്പോൾ ട്രംപിന്റെ അടുത്ത ആളായ സ്പീക്കർ മൈക്ക് ജോൺസൺ ആ വോട്ടെടുപ്പ് റദ്ദാക്കുകയായിരുന്നു. പിന്നീട് ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും പ്രമേയത്തിൽ വോട്ടെടുപ്പ് ഉണ്ടായത്. ഇന്നലത്തെ വോട്ടെടുപ്പിൽ മിഷിഗണിൽ നിന്നുള്ള ടോം ബാരറ്റ്, ഒഹിയോയിൽ നിന്നുള്ള വാറൻ ഡേവിഡ്സൺ, പെൻസിൽവാനിയയിൽ നിന്നുള്ള ബ്രയാൻ ഫിറ്റ്സ്പാട്രിക്, കെൻഡക്കിയിൽ നിന്നുള്ള തോമസ് മാസി എന്നീ റിപ്പബ്ലിക്കൻ അംഗങ്ങളാണ് ട്രംപിന് എതിരായി വോട്ട് ചെയ്തത്. അതേസമയം ലെബനോണും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷം അവസാനിപ്പിക്കുന്നുവെന്ന് അമേരിക്ക അറിയിച്ചിട്ടുണ്ട്. ജൂൺ 22 വീണ്ടും യോഗം ചേരുമെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ അമേരിക്കയ്ക്ക് നേരെ ശക്തമായ ആക്രമണമാണ് ഇറാൻ നടത്തുന്നത്. അമേരിക്കയുടെ കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്റർ ആക്രമിച്ചു. ഹോർമുസിലെ പടക്കപ്പലും ആക്രമിച്ചു. അമേരിക്ക തുടർച്ചയായി നടത്തിക്കൊണ്ടിരുന്ന ആക്രമണങ്ങൾക്കുള്ള തിരിച്ചടിയാണ് ഇതെന്ന് ഇറാൻ പറയുന്നു. എന്നാൽ കുവൈറ്റ് വിമാനത്താവളം തങ്ങൾ ആക്രമിച്ചിട്ടില്ല എന്നാണ് ഇറാൻ പറയുന്നത്. കുവൈറ്റ് വിമാനത്താവളത്തിലെ ആക്രമണം അമേരിക്കയുടെ പാട്രിയറ്റ് സിസ്റ്റം ലക്ഷ്യം തെറ്റി വന്ന് പതിച്ചതാണെന്നാണ് ഇറാന്റെ വാദം. കുവൈറ്റ് വിമാനത്താവളത്തിലുണ്ടായ ആക്രമണത്തിൽ മധ്യപ്രദേശ് സ്വദേശി മൻസൂർ അഹമ്മദ് റഹ്മാൻ കൊല്ലപ്പെട്ടിരുന്നു. ഇന്ത്യൻ എംബസിയാണ് ഈ കാര്യം സ്ഥിരീകരിച്ചത്. ഇറാനും അമേരിക്കയും തമ്മിൽ വെടിനിർത്തൽ കരാർ ഉള്ളപ്പോഴാണ് ഈ ആക്രമണം നടന്നിരിക്കുന്നത്. ഇതോടെ പശ്ചിമേഷ്യ വീണ്ടും അശാന്തിയിലായിരിക്കുകയാണ്. ഇതേ തുടർന്ന് ഗൾഫ് മേഖലയിൽ ആകെ അതീവ ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട്.